നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്ത് സന്ദേശമാണ് നൽകുക? രാഹുൽ ഗാന്ധി വയനാട്ടിൽ സിപിഐക്കെതിരെ മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് ഇടത് പാർട്ടികൾ രംഗത്തെത്തവേ കളം നിറയാൻ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റയിൽ റോഡ് ഷോ അണിനിരക്കുക ആയിരക്കണക്കിന് പ്രവർത്തകർ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സിപിഐക്കെതിരെ മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് ഇടത് പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ബിജെപിക്കെതിരെ മത്സരിച്ച് ജയിക്കാതെ ഇന്ത്യ മുന്നണിയിലെ നേതാവിനെതിരെ മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി MP ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റ ടൗണിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കും. മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ, തിരുവമ്പാടി എന്നീ 7 നിയോജക മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി, ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധി അവിടെ നിന്ന് റോഡ് മാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെത്തും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധി MPയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോ എന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം കാട്ടാൻ ആക്രമിച്ചു കൊന്ന അജീഷിന്റെ വീട്ടിൽ പോയി ക്ഷമാപണം നടത്തിയിട്ട് വേണമായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ K സുരേന്ദ്രൻ പ്രചാരണം ആരംഭിക്കേണ്ടിയിരുന്നതെന്ന് T സിദ്ദിഖ് MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി വീട്ടിലെത്തിയ സമയത്ത് കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാരുമായി അദ്ദേഹം ബന്ധപ്പെടുകയും 15 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തത്. എന്നാൽ ഈ തുക കൊടുക്കാനാവില്ലെന്ന് പറഞ്ഞ് BJP ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. ഇതേ തുടർന്നായിരുന്നു അജീഷിന്റെ കുടുംബം ഈ തുക വേണ്ടെന്ന് വെച്ചത്. BJP ചെയ്തത് തെറ്റായി പോയെന്ന് പറയാൻ സുരേന്ദ്രൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഏപ്രിൽ 3-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തു. പകൽ 12 മണിക്ക് കൽപ്പറ്റ കളക്ടറേറ്റിലെത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ ഇല്ല എന്നത് വയനാട്ടുകാരുടെ പരാതിയാണെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷത്തിലുള്ളവർ പോലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ജനങ്ങൾ കൃത്യമായി വിധി എഴുതുമെന്നും ആനി രാജ പറഞ്ഞു. രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മതമൗലികവാദികളെ പേടിച്ചിട്ടാണെന്നും NDA വയനാട് സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തത്? രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോകുമെന്നും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും SDPയെയും ഭയന്നാണ് രാഹുൽ അയോധ്യയിൽ പോകാത്തത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ 26-ന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പരിഹസിച്ചു.